അപ്പോൾ നമ്മൾ പൂക്കോട് തടാകം എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് നമ്മൾ എൻട്രൻസിലേക്ക് കയറുകയാണ്. സ്റ്റഡി ആയിട്ട് നമ്മളുടെ വയനാട് സന്ദർശനത്തിലെ ആദ്യ ലൊക്കേഷനായ പൂക്കോട് തടാകത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കേരളത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ശുദ്ധജല തടാകങ്ങളിൽ ഒന്നായ പൂക്കോട്ട് തടാകത്തിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് പോയിട്ട് പാർക്ക് ചെയ്തിട്ട് വരാം. വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ വണ്ടികളുടെ പാർക്കിംഗ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവിടുത്തെ തിരക്ക് എത്രയുണ്ടെന്നുള്ളത്. വണ്ടി നിർത്താനൊന്നും ഇവിടെ സ്ഥലം ഇല്ല. അങ്ങനെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ഥലമൊക്കെ കണ്ടെത്തി. വളരെ വളരെ കൺജസ്റ്റഡായിട്ട് സ്ഥലം കിട്ടാനില്ല എന്നുള്ളത് തന്നെ സത്യം പറഞ്ഞാൽ. അവസാനം ഇവിടെ രണ്ടാമത്തെ പാർക്കിങ്ങിൽ പോയിട്ടാണ് നമുക്കൊരു സ്ഥലം എടുക്കാൻ കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പൂക്കോട്ട് തടാകത്തിലേക്ക് പോവുകയാണ്. കുറച്ച് നടന്നു പോകേണ്ടതുണ്ട്. കുറച്ച് മുകളിലാണ് പാർക്കിങ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് നടക്കേണ്ടതുണ്ടെന്ന്. പാർക്കിംഗ് കഴിഞ്ഞ് നമ്മൾ നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട കാഴ്ചയാണിത്. വഴിയിൽ കണ്ട കാഴ്ചയാണ്. നല്ല അടിപൊളിയായിട്ട് അവരുടെ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇത് വയനാടിൻ്റെ തനതായ ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു എക്സിബിഷനാണ്, ചെറിയ എക്സിബിഷനാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാളിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. പൂക്കോട് എത്തിയിട്ടുണ്ട്. പൂക്കോട് ലേക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കോഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. പതിവിലും കൂടുതൽ തിരക്കാണ്. ഇന്നിപ്പോൾ കൊറോണയൊക്കെ മാറിയപ്പോൾ ആൾക്കാർ ഇതേപോലെ ഭയങ്കര തിരക്ക്. അങ്ങനത് പൂക്കോട്ട് തടാകത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ബോട്ടിങ്ങിൻ്റെ. പൂക്കോട്ട് തടാകം കൊണ്ട് വളരെ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഏറ്റവും വലിയൊരു ഭയങ്കര ഒരു തടാകം. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണുക. അത് ഒരു വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. അത്രയും കാണാനുണ്ട്.
നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ബോട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ടൈപ്പ് ബോട്ടുകളുണ്ട്. അതായത് പെഡൽ ബോട്ടുകളും തുഴയുന്ന ബോട്ടുകളും. അതായതാണ് തുഴയുന്ന ബോട്ടുകൾ. 2 ആളിങ്ങനെ ഇരുന്ന് തുഴഞ്ഞു വരുന്ന ബോട്ടുകളുണ്ട്. പിന്നെ 4 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന നമ്മൾ ചവിട്ടിപ്പോകുന്ന പെഡല്, നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടുന്ന പോലെ ചവിട്ടിപ്പോകുന്ന ബോട്ടുകളുണ്ട്. അതായത് ഇതുപോലത്തെ. രണ്ടാമത് ഈ പാതയിലൂടെ നമ്മൾ പോകേണ്ടത്. നമ്മൾ ബോട്ടിങ്ങിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിൽ കണ്ടോ, നമ്മൾ ഈ ലേക്കിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അതേപോലത്തെ നടപ്പാതകളാണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കയറിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇവിടെ നമ്മളിങ്ങനെ കയറാൻ പോവാണ്. ഈ ബോട്ടിലേക്ക് നമ്മൾ കയറാണ് കേട്ടോ. ഞാൻ എവിടെ കയറണ്ടേ? അപ്പുറം അപ്പോ നമ്മളിപ്പോ കയറാൻ ഞാൻ ഇവിടെ ഇരിക്കണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കേറിയിരിക്കയാണ്. അറിയില്ലേ ഡ്രൈവറോ? ടിക്കറ്റ് വേണോ? 20 മിനിറ്റ് കൂടിയ വിഷയാവോ? ബോട്ടിന്റെ ചാർജിന് വേണ്ടി വരും.
അപ്പോൾ നമസ്കാരം. അവിടെ എന്താ വിഷയമുണ്ട്? അപ്പോൾ നമസ്കാരം. അപ്പോൾ നമ്മൾ ബോട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെഡൽ ബോട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. 4 പേരടങ്ങുന്ന ബോട്ടാണ്. വെറും 350 രൂപയാണുള്ളത്. പൂക്കോട്ട് തടാകം വേണ്ടോ, പൂക്കോട്ട് തടാകം ലേക്ക് ബോട്ട് സർവീസിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ ഉടൻ പോകുന്നതായിരിക്കും. ബൈ.